ഇവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോ തൊട്ടുണ്ടായ കുഴപ്പങ്ങളാ ഇതൊക്കെ. നീ എന്താ അതൊക്കെ മറന്നുപോയോ? ആദ്യം നന്ദേട്ടനും ഞാനും തമ്മിൽ വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് തുലാഭാരം തൂക്കിയപ്പോ തട്ടുപൊട്ടി വീണു. ഇപ്പതാ സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞും പോയി. ഇതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? എടുത്തി, ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. അങ്ങനെ വെറുതെ ഒരു പ്രഗ്നൻസി ഇല്ലാതായി പോവൊന്നുമില്ല. എന്തായാലും ആ ജ്യൂസ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തറിയാലോ അതിലെന്തെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്ന്. ഇനി ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല. ജോൽസൻ ഇതൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞു? ആ, നീ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തിക്കാണും, മല കയറി ബുദ്ധിമുട്ടിയും കാണും. പക്ഷേ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കുഞ്ഞ് നമ്മുടെ കുടുംബത്തിന് സർവനാശം വരുത്തും. അവന്തികേ, മോൾ എന്തൊക്കെയായി പറയുന്നത്? എത്ര ക്ഷേത്രങ്ങളിൽ നേർച്ചയും വഴിപാടും നടത്തി കിട്ടിയ കുഞ്ഞാണെന്നറിയോ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്? സ്നേഹയുടെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇനി അടുത്ത ഒന്നിൻ്റെ കൂടി ദുരന്തം താങ്ങാൻ ആർക്കും വയ്യ. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരവും വേണ്ട. അർച്ചനയുടെ കുഞ്ഞു കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ തെളിവുകളോ അതൊന്നും അച്ഛൻ അംഗീകരിക്കുന്നില്ലേ? എനിക്ക് നിന്റെ തെളിവുകളൊന്നും കേൾക്കണ്ട. നെല്ലിശ്ശേരിയിൽ ജനിക്കാനിരുന്ന ഒരു കുഞ്ഞു പോയി. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. അതിന്റെ മുഖമെങ്കിലും എനിക്ക് കാണണം. അതിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോന്ന് അച്ഛന്റെ ജോൽസിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അച്ഛൻ ഇതൊന്നും കാര്യമാക്കണ്ട. ധനുസ് പറഞ്ഞാ ശരി. ആശുപത്രിയിലായിപ്പോയി, അതുകൊണ്ട് മറുപടി പറയുന്നില്ലെന്നേ ഉള്ളൂ. അർച്ചനെ, ഈ അവസ്ഥയിൽ മോൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട. സ്നേഹയുടെ വിഷമം കാണുമ്പോൾ അത് നിനക്കും വിഷമാവും. നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കോ. അച്ഛാ, ഞാൻ വേണമെങ്കിൽ കുറച്ചു നേരം സ്നേഹിക്കൊപ്പം നിൽക്കാം. വേണ്ട സച്ചി, നീ ഇവിടെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് വയ്ക്കോ. ഞാനും ധനുഷ് ഇവിടെ ഉണ്ടല്ലോ. സ്നേഹയും കൊണ്ട് ഞങ്ങൾ വന്നോളാം. മോളെ, ഒന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയായിട്ടെത്തി. ധനുഷേ, ഇനിയൊന്നും ശരിയാവില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അർച്ചന, ഇറങ്ങാം. സച്ചേട്ടാ. ശരി മോളെ. ആതിരെ, താനെന്തിനെ ടെൻഷനാവുന്നേ? അവന്തികേട്ടത്തി പറഞ്ഞതൊക്കെ സന്ദീപ് അറിഞ്ഞില്ലേ? അവരെല്ലാം അച്ചുചേച്ചിയുടെ കുഞ്ഞിന്റെ ജാതക ദോഷത്തിലാ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നേ. എടോ, കിട്ടിയ അവസരത്തിന് അർച്ചനടുത്ത് എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുള്ള പ്ലാനാണ് അവർ നടപ്പിലാക്കുന്നത്. ഒരർത്ഥത്തിൽ നോക്കുമ്പോ അവര് പറഞ്ഞതെല്ലാം ശരിയാ. ദേ, ഏതർത്ഥത്തില്? നീ എങ്ങനെ വലിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നടക്കണ്ട. അവര് പറയുന്നത് കേട്ട് ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ എവിടെയൊക്കെയോ ചില സത്യങ്ങൾ അതിലുണ്ടെന്നൊരു തോന്നല്. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ അത് സത്യമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും.
അതേ പദ്ധതിയാ അവന്തികടുത്ത് ഇപ്പൊ കാണിക്കുന്നത്. ഈ ഭൂമിയിൽ ഇനി ജനിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞ്, അതിന്റെ ജാതകദോഷം കൊണ്ടാണ് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണോ? നന്ദേട്ടനും അവന്തികേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അവന്തികേട്ടത്തിൽ തന്നെയാ. അവരുടെ സ്വഭാവം മാറ്റാതെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പിന്നെ സ്നേഹയുടെ കാര്യം, ഒരു പെൺകുട്ടിയുടെ പ്രഗ്നൻസി ഇല്ലാതാവാൻ ഒരു വലിയ കൊക്കയിലൊന്നും പോയി വീണമെന്നൊന്നുമില്ല. ഒരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായാൽ മതി, അല്ലെങ്കിലേ ഒരല്പം BP ഒന്ന് കൂടിയാൽ മതി. ഭക്ഷണം കഴിച്ചൊരു ഗ്യാസ് പ്രോബ്ലം ഉണ്ടായാൽ പോലും പ്രശ്നങ്ങളുണ്ടാവാം. എടോ, നഷ്ടപ്പെട്ടത് തന്നെ, അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ധനുഷ്, നമ്മുടെ കുഞ്ഞ്, നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം പോയല്ലോ. സാരമില്ല, കരയാതെ. ദൈവം നമുക്ക് ആ കുഞ്ഞിനെ തന്നില്ലെന്ന് കരുതിയാൽ മതി. ധനുഷ്, ധനുഷ്, ഇനി അവന്തികേട്ടത്തിൽ പറഞ്ഞത് ശരിയായിരിക്കോ? എന്ത്? നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അർച്ചനടുത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന്? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവധിക്കെടുത്തി അവരുടെ സങ്കടങ്ങൾ അങ്ങനെ പറയുന്നതായിരിക്കും. ഈ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അങ്ങനെ കരുതിയാൽ മതി. മോളെ, നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഈ കുഞ്ഞ്
കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ശരിയാവും. മനസ്സിൻ്റെ ധൈര്യം കളയരുത്. മോൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുഞ്ഞിനെ ഈശ്വരൻ മോൾക്ക് തീർച്ചയായിട്ടും തരും. ഹാ. ആ നീയോ? നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ വീട്ടിലുള്ളവർ മുഴുവനും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നേ? അതെനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ മുറിക്കുള്ളിലാ. അതെന്റെ സ്വാതന്ത്ര്യം. ഇനി അതുമ്മ കയറി നീ ചൊറിയാൻ നിൽക്കണ്ട. അല്ല, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിന്നോട് ആരും പറഞ്ഞിപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ദുഃഖിക്കോ കരയോ എന്ത് വേണോ ചെയ്തോ. പക്ഷെ എനിക്കിത് സന്തോഷം. ഞാനത് ആഘോഷിക്കുകയും ചെയ്യും. അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലേ നീ കൊണ്ടേ കേസ് കൊടുക്കും. നിങ്ങളൊരു സ്ത്രീയാണോ? അല്ല, ഞാനൊരു രാക്ഷസി തന്നെയാണ്. എന്നെ ചതിക്കുന്നവരോടും പിന്നിൽ നിന്ന് കുത്തുന്നവരോടും ആ സ്വഭാവം മാത്രം ഞാൻ കാണിക്കൂ. അല്ല, നിന്നെ പോലെ നന്മവരായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ വയറ്റി കുരുത്തതിന്റെ ജാതക ഗുണം. അത് നിന്റെ വയറ്റി വന്ന് കുരുത്തപ്പോ തന്നെ വേറൊരുത്തിയുടെ വയറ്റി കിടന്നത് ഇല്ലാതായി. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? ഈ വീട്ടിൽ നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പിന്നെ ആരുടെ തലയിൽ കെട്ടിവെക്കണം? ഞാനത് നിന്റെ കുഞ്ഞിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കും. നിങ്ങൾ സന്തോഷിക്ക, നല്ലതുപോലെ സന്തോഷിക്ക. പക്ഷേ ഇതെല്ലാം തകർന്നടിയുന്നൊരു ദിവസം വരും, നോക്കിക്കോ. എന്തായാലും ഒരുത്തിയുടെ വിക്കറ്റ് നല്ല ഈസി ആയിട്ട് അങ്ങ് അടിച്ചുപോയി. ഇനി അടുത്തത് നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ വിക്കറ്റ്, അതും ഇങ്ങനെ തന്നെ തെറിച്ചു പോവും. ഇതിനുള്ള മറുപടി പറയാൻ എന്റെ കയ്യിന് അറിയാഞ്ഞിട്ടല്ല. ഓരോ തവണയും നിങ്ങൾ ഇതുപോലെ പറഞ്ഞും ചെയ്തും വെക്കുമ്പോ തല്ലി തല്ലി എന്റെ കൈക്ക് തന്നെ ഇപ്പൊ നാണക്കേട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. ഞാനിവിടെ ഇല്ലാതിരുന്ന കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഈ വീടിനെ ആകെ ഇളക്കി മറിച്ചു. സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞില്ലാതായതിന് പിന്നിൽ നിങ്ങളാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നിട്ടത് നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജാതക ദോഷമായിട്ട് വെച്ച് കെട്ടാൻ നോക്കുന്നു. എന്റെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോടുള്ള പകയും വിദ്വേഷവും നല്ല ഭംഗിയായിട്ട് അങ്ങ് തീർത്തു അല്ലേ? സ്നേഹയുടെ കുഞ്ഞില്ലാതായി പോയത് എന്റെ ഉള്ളിൽ ഈ കുഞ്ഞുണ്ടായതുകൊണ്ടല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്കത് നന്നായിട്ട് ഉറപ്പായി. ആ കുഞ്ഞില്ലാതായതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. ആണോ? എന്നാ നീ പോയി തെളിയിക്ക്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കും. സ്നേഹയുടെ പ്രഗ്നൻസി അലസി പോയതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞ അതോടെ നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ നിർത്തും. ഈ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെ നിങ്ങളെ ഇറക്കി വിടും. അതെ, അത് നിന്റെ സ്വപ്നം മാത്ര. ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഇനി എന്നെ ഒരാളും ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. അതിനെ ഇവിടെ ആർക്കും കഴിയേയില്ല. അതിനുള്ള ഉറപ്പ് എന്റെ കയ്യിലുണ്ട്. എങ്കിൽ നമുക്ക് കാണാം. കാണിക്കാൻ ഞാനും തയ്യാറാ. ആദ്യം നീ എനിക്കെതിരെയുള്ള തെളിവ് കൊണ്ടുവാ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. നീ പോയി കുഞ്ഞ് നഷ്ടപ്പെട്ട എന്റെ വിഷമത്തിൽ
എന്താ മൂർത്തി? അതെ, ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനുണ്ട്. നന്ദൻ ആ ഡോക്ടർ സന്ധ്യയോടൊപ്പം ഒരു കാറിൽ പോകുന്നത് ഞാൻ കണ്ടു. എന്തു ചെയ്യണം? അവരെങ്ങോട്ടാ പോയത്? ഏതോ ക്ഷേത്രത്തിലേക്കാ. വരുന്ന വഴിക്ക് നന്ദൻ ഒരു സ്വർണ്ണക്കടയിൽ കയറുന്നത് കണ്ടു. അവിടെ നിന്നെന്താ വാങ്ങിയെന്നറിയോ? ആ, അതറിയില്ല. ചിലപ്പോ താലിമാലയായിരിക്കും. അവരുടെ പോക്ക് കണ്ടിട്ട് അത്ര നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അറിയാതെ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്യണം? മാഡം പറഞ്ഞാ മതി. അപ്പോ അടുത്ത വിക്കറ്റ് പോവാനുള്ള സമയമായി മൂർത്തി. രണ്ടെണ്ണത്തിനെ അങ്ങ് തീർത്തേക്ക്. അങ്ങനെ എന്നെ ഉപേക്ഷിച്ചിട്ട് അവർ രണ്ടും കൂടി ഇങ്ങനെ സന്തോഷിക്കണ്ട. തീർത്ത് കെട്ടും ഞാൻ രണ്ടിനെ. എന്താ നമ്മൾ എങ്ങോട്ടേ പോകുന്നത്? ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞില്ലേ? എന്താ നന്ദന്റെ ഉദ്ദേശം? എനിക്കാകെ പേടിയാവുന്നു. ഇതൊന്നും ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് അവളല്ലേ? ഇനിയും സന്ധ്യയുടെ വീട്ടിൽ കയറി വന്ന് സന്ധ്യയെ ഉപദ്രവിക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടാവരുത്. അതിന് ഈ താലി സന്ധ്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയേ മതിയാവൂ. ഇന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഈ താലി സന്ധ്യയുടെ കഴുത്തിൽ അണിയിക്കും. പിന്നെ ഒരാളും സന്ധ്യയെ ഉപദ്രവിക്കാൻ വരില്ല. നന്ദ, ഇപ്പോഴും അവധിക നന്ദന്റെ ഭാര്യ. ആദ്യം ഡിവോഴ്സ് കഴിയട്ടെ, അത് കഴിഞ്ഞു മതി ഇതെല്ലാം. ആ ബന്ധം ഞാൻ വിട്ടു. എന്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത് അവളിപ്പോ ഇല്ല. അവളെന്റെ ഭാര്യയല്ല. ഇതൊക്കെ പറയാൻ എളുപ്പം. റെസ്റ്റോറന്റിൽ വെച്ചുണ്ടായതും പിന്നെ ഇപ്പൊ സംഭവിച്ചതും ഒന്നും നിസ്സാരമല്ല. നിയമപരമായി നിങ്ങളുടെ ബന്ധം വേർപെടുത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അത് പറ്റില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളുടെ അഹങ്കാരത്തിന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ആണായിട്ട് ജീവിക്കുന്നില്ല. എന്താ കാര്യം? നന്ദ, വണ്ടി നിർത്ത്. എന്തിന്? നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിർത്തി ചാടും. സന്ധ്യ, നന്ദ, നമുക്ക് തിരിച്ചു പോവാം. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്. സന്ധ്യ എന്തായി പറയുന്നത്? നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എടുത്തു ചാട്ടോ. എനിക്ക് നന്ദനെ ഇഷ്ടമാണ്. നന്ദൻ എന്നെ ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞിനി ജീവിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത് ശരിയല്ല. നേരത്തെ ഞാനിത് പറഞ്ഞതല്ലേ. നന്ദൻ ഈ വാശി കളയണം. അവന്തികയെ പേടിച്ചിട്ടാണോ സന്ധ്യ ഇത് പറയുന്നത്? മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും അത് സ്വീകരിച്ചതാ. അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് ചെയ്ത
ഞാൻ പിന്നെ എങ്ങനെ അച്ഛനെ ഫേസ് ചെയ്യും? ഒരിക്കലും എനിക്ക് അച്ഛന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. അത് ശരിയല്ല നന്ദ. ഇപ്പൊ നന്ദൻ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ച ഇതിനുവേണ്ടി ഞാൻ നന്ദന്റെ കുടുംബം ഇല്ലാതാക്കിയതായിട്ട് വരും. അത് വേണ്ട. നിയമപരമായി അവരോടുള്ള എല്ലാ ബാധ്യതയും തീർത്തിട്ട് മതി നമ്മുടെ കല്യാണം. അപ്പോ ഇനി അവൾ വീട്ടിലേക്ക് കയറി വന്ന സന്ധ്യ ഉപദ്രവിച്ചാൽ